ഹലോ വെൽക്കം ബാക്ക് ടു സി കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളുടെ ഓണം മേക്കപ്പ് ലുക്കാണ്. ഇതിൽ ഞാൻ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് വലിയൊരു സംഭവങ്ങളുള്ള ഒരു മേക്കപ്പ് ഒന്നും അല്ല ചെയ്തേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ ഒരു ഫെസ്റ്റീവ് ലുക്കിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. ഒരുപാട് വലിയ ടെക്നിക്കും കാര്യങ്ങളും ഒന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. സാധാരണക്കാർക്ക് വരെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ വലിയ ഇയറിങ്സ് കൊടുത്തുകൊണ്ട് നെക്ക് പീസ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആക്സസറീസിൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഹെയർ ഡൂവും ചെയ്തിട്ടുണ്ട്. ഹെയർ ഡൂവിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഈ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കൺസീലറാണ്. ഐ മേക്കപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഐലിഡ്സിൻ്റെ മേലിൽ കൺസീലർ ഇട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പില്ലേജൊക്കെ ഒന്ന് ആദ്യമേ തന്നെ മാറ്റമല്ല ഫൗണ്ടേഷൻ്റെ മേലിലൊക്കെ വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐ ഷാഡോ മേക്കപ്പ് എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വരെ ചെയ്യാൻ പറ്റും. അത്ര ഒരു കറക്റ്റായിട്ടൊന്നും ഇടണമെന്നില്ല. എങ്ങനെ ഇട്ടാലും നമുക്ക് ലാസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കോറൽ കളർ എടുത്തിട്ട് നമ്മളുടെ ഔട്ടർ വിയും നമ്മൾ ഈ ക്രീസും കൂടി ഒന്ന് ഡിഫൈൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിന് ഭയങ്കര ഷേപ്പൊന്നും വേണ്ട, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇടണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ട് ഇട്ടാൽ മതി. അതിനുശേഷം ഒരു ഗോൾഡൻ കളറ് നമ്മളുടെ ഐബോളിൻ്റെ മേളിലും ഇന്ന കോർണേഴ്സിലോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. അപ്പോൾ ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതിനുശേഷം ഞാൻ എടുത്തേക്കുന്നത് നമ്മളുടെ ഐ ലൈനറാണ്. നന്നായിട്ടൊന്ന് വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ട്. കാരണം നമുക്കൊരു ട്രഡീഷണൽ മേക്കപ്പ് ആണല്ലോ. അപ്പോൾ മേളിൽ കംപ്ലീറ്റ് ആയിട്ട് എഴുതി, താഴെ ഒരു ക്വാർട്ടർ പോർഷനും കൂടി ഐലൈനർ വെച്ച് തന്നെ എഴുതി കൊടുത്തിട്ട് ആ വാലിനോട് ചേർന്നൊന്ന് മുട്ടി ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മളുടെ മസ്കാരയാണ്. മസ്കാര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മേക്കപ്പ് ലുക്കിൽ. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഐക്കോണിക്കിൻ്റെയാണ്. ഐക്കോണിക്കിൻ്റെ മസ്കാര ഞാൻ നോക്കിയിട്ട് ഒരു ബജറ്റ് ഫ്രണ്ട്ലി മസ്കാരയാണ്. നമുക്ക് നല്ലൊരു ഫേക്ക് ലാഷസ് വെച്ച പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. ഒരു 4-5 കോട്ടൊക്കെ ഇടണമെന്നുള്ളതേ ഉള്ളൂ. എന്നാലും നല്ല വിടർന്നിരിക്കും നമ്മുടെ ലാഷസൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന ഈ ക്ലിപ്പ് ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളുടെ ആ ഒരു ലാഷസിൻ്റെ തിക്നെസ് എന്തേരെ ആയി എന്നുള്ളത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ആദ്യമേ എന്തെങ്കിലും സ്പില്ലേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ തൂത്ത് കളയാണ്. അതിന് ശേഷമാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധ മാറിപ്പോയത് കൊണ്ട് ഫൗണ്ടേഷൻ കുറച്ച് അധികമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു ബ്ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ആവശ്യത്തിന് മാത്രം ഫൗണ്ടേഷൻ എടുത്താൽ മതി. ഇടയ്ക്ക് ഞാൻ പിള്ളേരെ ഒന്ന് നോക്കാൻ പോയത് കൊണ്ടാണ് എൻ്റെ ഫൗണ്ടേഷൻ്റെ അളവ് തന്നെ മാറിപ്പോയി. അപ്പോൾ ഒത്തിരി സമയം എടുത്ത് എനിക്ക് ബ്ലെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ ആവശ്യത്തിന് ഫൗണ്ടേഷൻ എടുക്കുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അടുത്തായിട്ട് എനിക്ക് കുറച്ച് ഡാർക്ക് മാർക്കുകളൊക്കെ ഉണ്ട്, അതൊന്ന് കൺസീൽ ചെയ്യാണ്. കളർ ബാറിൻ്റെ കൺസീലർ തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ സ്പോട്ടുള്ള സ്ഥലത്ത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്തത്. പിന്നെ നമ്മൾ കൺസീലർ ഉപയോഗിച്ചില്ല, അതുകൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കളർ ബാറിൻ്റെ സെറ്റിങ്സ് പൗഡർ എടുത്തിട്ട് ഞാൻ കൺസീലർ ഇട്ട സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, കംപ്ലീറ്റ് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഓയിലി ഫേസാണ്, ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് സെറ്റിങ്സ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് ബ്ലഷാണ്. ബ്ലഷ് നമുക്കൊരു ഫെസ്റ്റീവ് സീസണൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ച് ബ്ലഷ് ആവാം. പക്ഷേ എനിക്ക് ബ്ലഷ് പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അതുകൊണ്ട് ഞാൻ ആ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഈ ബ്ലഷും ഒന്ന് സെറ്റിലാക്കാനായിട്ട് നോക്കുന്നുണ്ട്. എനിക്കത്ര താല്പര്യമില്ല ബ്ലഷ് ഇടാൻ, അതുകൊണ്ടാണ്. അടുത്തത് നമ്മുടെ ഹൈലൈറ്റർ. ഒരു ഫങ്ഷനൊക്കെ ആകുമ്പോൾ ഹൈലൈറ്റർ ഇല്ലാണ്ടൊരു മേക്കപ്പ് കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ട് നമ്മുടെ ചീക്ക് ബോൺസിൽ ഇതുപോലെ ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനെൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിരിക്കുന്നത് ഇതുപോലെ ഫിംഗേഴ്സ് വെച്ച് ഇടുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഫിംഗേഴ്സ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോസ് ബ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഇടാതെ നോസിൻ്റെ ടിപ്പിൽ മാത്രം ഇട്ട് കൊടുത്ത് അതൊരു പ്രത്യേക ഭംഗിയാന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളുടെ ഐബ്രോസിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഐബ്രോസ് ഫില്ലിൻ ചെയ്യാണ്. ഒരു ജെൽ ഐബ്രോ ഫില്ലറാണിത്. അതിൻ്റെ കളർ വന്നിട്ട് ബ്രൗൺ ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ബ്രാൻഡാണ്. അത് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടിൽ കിട്ടില്ല, അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യാത്തതാണ്. അപ്പോൾ 2 ബ്രോസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാമല്ലോ. അപ്പോൾ 2 ബ്രോസും ഫില്ല് ചെയ്തു. ലാസ്റ്റ് ഒരു ഓറഞ്ച് പീച്ചിഷ് കളർ ഓഫ് ലിപ്സ്റ്റിക്കാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കമൻസിൽ കൂടി നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളുടെ ഈ ഫൈനൽ ഔട്ട്കം, ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലത്തെ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത്, അതായത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ഷെയർ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും എന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.